بسم الله الرحمن الرحيم ബിസ്മില്ലാഹി അല്ലാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. وَأَمَّا إِذَا مَا ابْتَلَاهُ فَقَدَرَ عَلَيْهِ رِزْقَهُ فَيَقُولُ رَبِّي أَهَانَنِ. വചനം 16. വഅമ്മാ ഇദാ മബ്തലാഹു, അപ്പോൾ അവനെ പരീക്ഷിച്ചാൽ, ഇനി അവനെ പരീക്ഷിച്ചാൽ, ഫഖദറ എന്നിട്ടു കണക്കാക്കി, കുടുസാക്കി, പരിമിതപ്പെടുത്തി, അലൈഹി അവന്റെ മേൽ, റിസ്ഖഹു അവന്റെ ഉപജീവൻ, ആഹാരം, ഫയഖൂലു അപ്പോഴവൻ പറയും, റബ്ബി എന്റെ റബ്ബ്, അഹാനൻ എന്നെ അപമാനപ്പെടുത്തി, നിന്ദിച്ചു. ഇനി അവനെ പരീക്ഷണം ചെയ്യുകയും എന്നിട്ടു അവന്റെ മേൽ അവന്റെ ഉപജീവനം കുടുസാക്കുക അഥവാ പരിമിതപ്പെടുത്തുകയും ചെയ്താലോ, അപ്പോൾ അവൻ പറയും, എന്റെ റബ്ബ് എന്നെ അപമാനിച്ചിരിക്കുന്നു എന്ന്. كَلَّا بَل لَّا تُكْرِمُونَ الْيَتِيمَ. വചനം 17. കല്ല അങ്ങനെയല്ല, വേണ്ട, ബൽ പക്ഷേ, ലാ തുക്രിമൂന നിങ്ങൾ ആദരിക്കുന്നില്ല, മാനിക്കുന്നില്ല, അൽ യതീമ അനാഥക്കുട്ടിയെ. അങ്ങനെ വേണ്ട, പക്ഷേ അതിനും പുറമെ നിങ്ങൾ അനാഥയെ ആദരിക്കുന്നില്ല. وَلَا تَحَاضُّونَ عَلَى طَعَامِ الْمِسْكِينِ. വചനം 18. വലാ തഹാദ്ദൂന നിങ്ങൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നുമില്ല, അലാ ത്വആമി ഭക്ഷണത്തെപ്പറ്റി, അൽ മിസ്കീൻ സാധുവിന്റെ, പാവപ്പെട്ടവന്റെ, അഗതിയുടെ. പാവപ്പെട്ടവന്റെ ഭക്ഷണത്തെപ്പറ്റി നിങ്ങൾ പരസ്പരം പ്രോത്സാഹനം നൽകുന്നുമില്ല. وَتَأْكُلُونَ التُّرَاثَ أَكْلًا لَّمًّا. അനന്തരാവകാശത്തെ നിങ്ങൾ അടക്കിക്കൂട്ടിയ തീറ്റ തിന്നുകയും ചെയ്യുന്നു. وَتُحِبُّونَ الْمَالَ حُبًّا جَمًّا. വചനം 20. വതുഹിബ്ബൂന നിങ്ങൾ സ്നേഹിക്കുകയും ചെയ്യുന്നു, അൽ മാല സ്വത്ത്, ധനം, ഹുബ്ബൻ ഒരു സ്നേഹം, ജമ്മ അമിതമായ, കഠിനമായ, വല്ലാതെ. ധനത്തെ നിങ്ങൾ അമിതമായ സ്നേഹം സ്നേഹിക്കുകയും ചെയ്യുന്നു. كَلَّا إِذَا دُكَّتِ الْأَرْضُ دَكًّا دَكًّا. വചനം 21. കല്ല വേണ്ട, അങ്ങനെയല്ല, ഇദാ ദുക്കറ്റ് പൊടിയാക്കപ്പെട്ടാൽ, അൽ അർളു ഭൂമി, ദക്കൻ ദക്ക ഒരു പൊടിപൊടിക്കൽ. വേണ്ട, ഭൂമി ഒരു പൊടിപൊടിക്കൽ പൊടിക്കപ്പെട്ടാൽ. وَجَاءَ رَبُّكَ وَالْمَلَكُ صَفًّا صَفًّا. വചനം 22. വജാഅ വരുകയും, റബ്ബുക നിന്റെ റബ്ബ്, വൽ മലക്കു മലക്കുകളും, സൊഫൻ സൊഫ അണിയണിയായി, വരി വരിയായി. നിന്റെ റബ്ബും അണിയണിയായി മലക്കുകളും വരുകയും ചെയ്താൽ. وَجِيءَ يَوْمَئِذٍ بِجَهَنَّمَ يَوْمَئِذٍ يَتَذَكَّرُ الْإِنسَانُ وَأَنَّى لَهُ الذِّكْرَى. വചനം 23. വജീഅ വരപ്പെടുകയും ചെയ്യും, യൗമ ഇദിൻ അന്ന്, ബിജഹന്നം നരകം കൊണ്ട്,
ജഹന്നം കൊണ്ട്, യൗമ ഇതിൻ അന്ന്, ആ ദിവസം, യതദക്കറു ഓർമ്മിക്കും, അൽ ഇൻസാനു മനുഷ്യൻ, വ അന്നാ ലഹു അവനു എവിടെ നിന്നാണ്, എങ്ങനെയാണ്, അദ്ദിക്റ ഓർമ്മ, സ്മരണ, ഉപദേശം. അന്നു ജഹന്നം അഥവാ നരകം കൊണ്ടുവരപ്പെടുകയും ചെയ്യും. അന്നത്തെ ദിവസം മനുഷ്യന് ഓർമ്മ വരുന്നതാണ്. എവിടെ നിന്നാണ് അവന് ഓർമ്മ വന്നത്, അഥവാ എന്താണ് അതുകൊണ്ട് പ്രയോജനം? يقول يا ليتني قدمت لحياتي. വചനം 24. യഖൂലു അവൻ പറയും, യാ ലൈതനി അയ്യോ ഞാനായിരുന്നുവെങ്കിൽ, ഖദ്ദംതു ഞാൻ മുൻ ചെയ്തു വെച്ചു, ലി ഹയാത്തി എന്റെ ഈ ജീവിതത്തിനു വേണ്ടി, എന്റെ കഴിഞ്ഞ ജീവിതത്തിൽ. അവൻ പറയും, അയ്യോ ഞാൻ എന്റെ ഈ ജീവിതത്തിനു വേണ്ടി മുൻകൂട്ടി ചെയ്തു വെച്ചിരുന്നെങ്കിൽ നന്നായേനെ. فيومئذ لا يعذب عذابه أحد. വചനം 25. ഫയൗമ ഇതിൻ അപ്പോൾ അന്ന്, ലാ യുഅദ്ദിബു ശിക്ഷിക്കയില്ല, അദാബഹു അവന്റെ ശിക്ഷ, അവൻ ശിക്ഷിക്കും പ്രകാരം, അഹദ് ഒരാളും. അപ്പോൾ അന്നത്തെ ദിവസം അവന്റെ അഥവാ അള്ളാഹുവിന്റെ ശിക്ഷ ഒരാളും ശിക്ഷിക്കുകയില്ല. ولا يوثق وثاقه أحد. വചനം 26. വലായൂസിഖു പിടിച്ചു ബന്ധിക്കയുമില്ല, കെട്ടുകയുമില്ല, വസാഖഹു അവന്റെ പിടിച്ചു ബന്ധിക്കൽ, ബന്ധിക്കും പ്രകാരം, അഹദുൻ ഒരാളും. അവന്റെ പിടിച്ചു ബന്ധിക്കൽ ഒരാളും പിടിച്ചു ബന്ധിക്കുന്നതുമല്ല. يا أيتها النفس المطمئنة. വചനം 27. യാ അയ്യത്തുഹൻ നഫ്സ് ഹേ ആത്മാവേ, അൽ മുത്മഇന്ന സമാധാനമടഞ്ഞ, മനസ്സമാധാനമുള്ള, ഹേ സമാധാനമടഞ്ഞ ആത്മാവേ. ارجعي إلى ربك راضية مرضية. വചനം 28. ഇർജിഇ നീ മടങ്ങിക്കൊള്ളുക, ഇലാ റബ്ബിക നിന്റെ റബ്ബിങ്കലേക്ക്, റാദിയതൻ തൃപ്തിപ്പെട്ടുകൊണ്ട്, മർദിയ തൃപ്തിയാക്കപ്പെട്ടുകൊണ്ട്, തൃപ്തി ലഭിച്ചുകൊണ്ട്, തൃപ്തിപ്പെട്ടുകൊണ്ട്, തൃപ്തി ലഭിച്ചുകൊണ്ട് നീ നിന്റെ രക്ഷിതാവിങ്കിലേക്ക് മടങ്ങിക്കൊള്ളുക. فادخلي في عبادي. വചനം 29. ഫദ്ഖുലി എന്നിട്ട് പ്രവേശിച്ചുകൊള്ളുക, ഫീ ഇബാദി എന്റെ അടിയാന്മാരിൽ, എന്നിട്ട് എന്റെ അടിയാന്മാരിൽ പ്രവേശിച്ചുകൊള്ളുക. വദ്ഖുലി ജന്നതി. വചനം 30. വദ്ഖുലി പ്രവേശിക്കുകയും ചെയ്യുക, ജന്നതി എന്റെ സ്വർഗത്തിൽ, എന്റെ സ്വർഗത്തിലും പ്രവേശിച്ചു കൊള്ളുക. ഉണ്ട്, സത്യം മുഖേന സ്ഥാപിക്കപ്പെടുന്ന കാര്യങ്ങൾ വാസ്തവമെന്ന് കാര്യബോധവും ബുദ്ധിയുമുള്ളവർക്ക് മനസ്സിലാക്കുവാൻ ഈ സത്യങ്ങളിൽ തികച്ചും വകയുണ്ട് എന്ന് സാരം. മേൽക്കണ്ട അർത്ഥഗർഭങ്ങളായ 5 സത്യവാചകങ്ങൾ മുഖേന സ്ഥാപിക്കുന്ന കാര്യം അത് ഇന്നതാണെന്ന് പ്രത്യേകം എടുത്തു പറയാതെ തന്നെ വ്യക്തമാണ്. താഴെ വചനങ്ങളിൽ നിന്ന് അത് മനസ്സിലാക്കുകയും ചെയ്യാം. അതെ, മരണാനന്തര ജീവിതം, അതുമായി ബന്ധപ്പെട്ട വിചാരണ, രക്ഷാശിക്ഷകൾ മുതലായ യാഥാർത്ഥ്യങ്ങൾ തന്നെ. ഒന്നാമത്തെ സത്യം പ്രഭാതം കൊണ്ടാണ്. രാത്രിയുടെ ഇരുട്ട് അവസാനിച്ചു പകൽ വെളിച്ചം ആരംഭിക്കുന്നത് പ്രഭാതം മുതൽക്കാണല്ലോ. അതോടെ ലോകത്ത് സംഭവിക്കുന്ന പ്രകൃതി മാറ്റങ്ങളും മനുഷ്യരടക്കമുള്ള ജീവികളിൽ ഉണ്ടാകുന്ന സ്ഥിതിമാറ്റങ്ങളും
കുറച്ചൊന്നുമല്ല. അതേവരെ മരണസമാനമായ നിദ്രയിൽ ആണ്ട് കിടന്നിരുന്ന ശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നു. നിശ്ചേഷ്ടമായിരുന്ന ഇന്ദ്രിയ ശക്തികൾക്ക് നവബോധം സംജാതമാകുന്നു. ആത്മാവിന് പുതിയ ഉണർവുണ്ടായിത്തീരുന്നു. ഇതുപോലെ ഈ ജീവിതത്തിന് ശേഷം മരണത്തോടുകൂടി പൂർവ്വസ്ഥിതിയിൽ നിന്ന് എല്ലാ നിലക്കും വ്യത്യസ്തമായ, കൂടുതൽ വസ്തുനിഷ്ഠമായ മറ്റൊരു ജീവിതം ഉടലെടുക്കുന്നു. ഈ യാഥാർത്ഥ്യത്തിലേക്ക് പ്രഭാതത്തിലെ മാറ്റങ്ങൾ വിരൽ ചൂണ്ടുന്നു. 10 രാത്രികളെ കൊണ്ടാണ് അടുത്ത സത്യം. ഇവ ഏതാണെന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. മുഹറം മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണെന്നും റമദാൻ മാസത്തിലെ ഒടുവിലത്തെ 10 ദിവസങ്ങളാണെന്നും അതതിന്റെ ചില സവിശേഷതകളെ മുൻനിർത്തി ചിലർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. എങ്കിലും മുൻഗാമികളും പിൻഗാമികളുമായ ഖുർആൻ വ്യാഖ്യാതാക്കൾ മിക്കവാറും അഭിപ്രായപ്പെട്ടതും കൂടുതൽ ശരിയായി തോന്നുന്നതും ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണെന്നത്രേ. ഹജ്ജ് കർമ്മത്തിന്റെ പ്രധാന ഇനങ്ങളെല്ലാം നടക്കുന്നത് അന്നാണല്ലോ. അവയുടെ പിന്നിലുള്ള ചരിത്ര പ്രധാനങ്ങളായ മഹൽ സംഭവങ്ങളും അതിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലം തോറും ആചരിക്കപ്പെട്ടുവരുന്ന സ്മരണകളും അറബികൾക്കെല്ലാം അറിയാവുന്നതുമാണ്. ആ ദിവസങ്ങൾ ജാഹിലിയത്തിലും ഇസ്ലാമിലും ആദരണീയ ദിവസങ്ങളാണ്. എന്നിരിക്കെ ആ ദിവസങ്ങളെക്കൊണ്ട് ആണയിടുന്നത് അറബികളുടെ ശ്രദ്ധ പ്രത്യേകമായും മറ്റുള്ളവരുടേത് പൊതുവിലും ആകർഷിക്കുവാൻ ഉതകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹജ്ജിലെ 10 ദിവസങ്ങളെക്കുറിച്ച് ഇപ്രകാരം അരുൾ ചെയ്തു: ഏതു ദിവസങ്ങളിൽ സൽക്കർമ്മം ചെയ്യുന്നതും ഈ ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിലേക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കയില്ല. ഇത് കേട്ടപ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നതുപോലും ആയിരിക്കുകയില്ലേ എന്ന് സ്വഹാബികൾ ചോദിച്ചു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഉത്തരം പറഞ്ഞു: അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യലും ആവുകയില്ല. പക്ഷേ തന്റെ ദേഹവും ധനവും കൊണ്ടുപോയിട്ട് അവയിൽ ഒന്നുപോലും മടക്കിക്കൊണ്ടുവരാത്ത, അഥവാ ജീവനും ധനവും ബലിയർപ്പിച്ച മനുഷ്യനൊഴികെ. ഇരട്ടയും ഒറ്റയും അഥവാ ഇണയുള്ളതും ഇണയില്ലാത്തതും കൊണ്ടാണ് അടുത്ത 2 സത്യങ്ങൾ. 2 കൊണ്ട് ഭാഗിച്ചാൽ ശിഷ്ടം വരാത്ത എണ്ണങ്ങൾക്ക് ഇരട്ട അഥവാ ഷഫ്അ എന്നും അല്ലാത്തതിന് ഒറ്റ അഥവാ വത്ർ എന്നും പറയുന്നു. അപ്പോൾ ഈ 2 ഇനങ്ങളിൽ പെടുത്തുവാൻ കഴിയാത്ത വസ്തുക്കളൊന്നും ഇല്ലെന്ന് കാണാം. മറ്റൊരു വിധത്തിൽ നോക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള ഇണയോ തുല്യതയോ സാമ്യതയോ ഒന്നുമില്ലാതെ എല്ലാ നിലക്കും പരിപൂർണമായി ഒറ്റയായുള്ളത് അള്ളാഹു മാത്രമേയുള്ളൂ. അവന്റെ സത്തയിലാകട്ടെ, ഗുണങ്ങളിലാകട്ടെ, പ്രവർത്തനങ്ങളിലാകട്ടെ അവന് ഇണയും തുണയും പങ്കുമില്ല. അവനല്ലാതെയുള്ള വസ്തുക്കൾ അഥവാ സൃഷ്ടികൾ എല്ലാം തന്നെ ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഇരട്ടകളായിരിക്കും. അപ്പോൾ ഈ സത്യവാചകങ്ങളുടെ വിശാലതയും അഗാധതയും ഏറെ ഊഹിക്കാമല്ലോ. ഒരു നബിവചനം ഇവിടെ പ്രസ്താവ്യമാകുന്നു: അള്ളാഹു ഒറ്റയാണ്, അവൻ ഒറ്റയെ ഇഷ്ടപ്പെടുന്നു. ആകയാൽ ഖുർആനിന്റെ ആൾക്കാരെ, നിങ്ങൾ വിത്ർ നമസ്കാരം ചെയ്യുവീൻ. ഒറ്റ കൊണ്ടുദ്ദേശ്യം ഒറ്റ റക്അത്തായി നമസ്കരിക്കുന്ന വിത്ർ നമസ്കാരമാണെന്നും ഇരട്ട കൊണ്ടുദ്ദേശ്യം മറ്റു നമസ്കാരങ്ങളാണെന്നും ചിലർക്ക് അഭിപ്രായമുണ്ട്. വാസ്തവത്തിൽ ഇതും ഇതുപോലെയുള്ളതുമായ അഭിപ്രായങ്ങൾ ഒറ്റക്കും ഇരട്ടക്കും ചില ഉദാഹരണങ്ങൾ മാത്രമാകുന്നു. സൂറത്ത് ദാരിയാത്ത് 49 അള്ളാഹു ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: എല്ലാ വസ്തുക്കളിൽ നിന്നും നാം 2 ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നു. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഒരു റിവായത്ത് കാണാം: സൃഷ്ടികളെല്ലാം ഇരട്ടയും ഒറ്റയുമാകുന്നു. അള്ളാഹു അവന്റെ സൃഷ്ടികളെക്കൊണ്ട് സത്യം ചെയ്തിരിക്കുകയാണ്. മുജാഹിദ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഒരു റിവായത്ത് ഇങ്ങനെയും വന്നിട്ടുണ്ട്: അള്ളാഹു ഒറ്റയാണ്, അവന്റെ സൃഷ്ടികൾ ഇരട്ടയും അഥവാ ഇണയുള്ളതും ആകുന്നു. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് നാം മുകളിൽ ഇരട്ടക്കും ഒറ്റക്കും നൽകിയ വിവരണം. 5-മത്തെ സത്യം ചരിക്കുന്ന അവസരത്തിൽ രാത്രിയെക്കൊണ്ടാണ്. ചരിക്കുക എന്നത് രാത്രിയുടെ വരവിനെയോ പോക്കിനെയോ അല്ലെങ്കിൽ അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനെയോ ഉദ്ദേശിച്ചു പറഞ്ഞതാവാം. പ്രഭാതം രാത്രിയുടെ അവസാനത്തെ കുറിക്കുന്ന സ്ഥിതിക്ക് ഇവിടെ അതിന്റെ പ്രാരംഭത്തെ അഥവാ വരവിനെ കുറിക്കുന്നതായിരിക്കുവാനാണ് കൂടുതൽ സാധ്യത തോന്നുന്നത്. അള്ളാഹുവിനറിയാം. പ്രഭാതത്തെപ്പറ്റി പ്രസ്താവിച്ചതുപോലെ അനേകം മാറ്റങ്ങൾ രാത്രി മൂലവും ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുവല്ലോ. അവയെപ്പറ്റി ആലോചിച്ചു നോക്കുവാനും അതുവഴി ഖുർആൻ പ്രബോധനം ചെയ്യുന്ന യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുവാനും ഇതും ഉപകരിക്കുന്നത് തന്നെ. അടുത്ത വചനങ്ങളിൽ ചില ചരിത്ര ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നു. ആദ് ഗോത്രം, സമൂദ് ഗോത്രം, ഫിർഔനും ആൾക്കാരും എന്നിവരെല്ലാം ഭൂമിയിൽ നടത്തിയ
ധിക്കാരത്തിന്റെയും അതിന്റെ ഫലമായി അവർ അനുഭവിക്കേണ്ടി വന്ന ശിക്ഷയുടെയും ചരിത്രങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഈ വചനങ്ങളിൽ ചെയ്തിരിക്കുന്നത്. 3 കൂട്ടരെ പറ്റിയും ഖുർആനിൽ പലപ്പോഴും പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇറമ് എന്നു പേരുള്ള ഒരാളുടെ സന്തതികളായിരുന്നു ആദ് ജനതയെന്നും അതുകൊണ്ടാണ് അവർക്ക് ഇറമ് എന്നൊരു വർഗപ്പേരുണ്ടായതെന്നുമാണ് പല വ്യാഖ്യാതാക്കളും പറയുന്നത്. പിതാമഹന്റെ പേർ ഗോത്രത്തിന്റെയും വംശത്തിന്റെയും പേരായി സ്വീകരിക്കൽ അറബികളുടെ പാരമ്പര്യ പതിവുമാണ്. അവരുടെ പ്രധാന പട്ടണത്തിന്റെയോ വാസസ്ഥലത്തിന്റെയോ പേരായിരുന്നു അതെന്നും അഭിപ്രായങ്ങളുണ്ട്. രാജ്യത്തിന്റെ പേരിലും ഗോത്രങ്ങൾ അറിയപ്പെടാറുണ്ട് താനും. അല്ലാഹു ആലം. ദാത്തുൽ ഇമാദ്, തൂണിന്റെ ആളുകൾ എന്ന് ആദിനെ വിശേഷിപ്പിച്ചതിന്റെ താൽപര്യം സൂറത്ത് ശുഅറായിലെ 128 നിന്നും അതിന്റെ വിവരണത്തിൽ നിന്നും മനസ്സിലാക്കാം. ഉയർന്ന കുന്നുകളിലും മറ്റും അനാവശ്യമായി ഉന്നത സ്തംഭങ്ങളും കെട്ടിടങ്ങളും അവർ നിർമ്മിച്ചിരുന്നതായി അവിടെ പ്രസ്താവിച്ചിരിക്കുന്നു. അവരുടെ താമസം ഉയർന്ന തൂൺകാലുകളിൽ കെട്ടിയുണ്ടാക്കിയ തമ്പുകളിലായിരുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും അഭിപ്രായമുണ്ട്. ഏതായാലും വലുപ്പത്തിലും കയ്യൂക്കിലും നിസ്തുല്യരായിരുന്നു ആ ജനത. അതാണ് 8-ാം വചനത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വമ്പിച്ച പാറകൾ വെട്ടിത്തുരന്ന് വീടും കെട്ടിടവും നിർമ്മിക്കുക സമൂദ് ഗോത്രത്തിന്റെ പതിവായിരുന്നു. അതാണ് 9-ാം വചനത്തിൽ പ്രസ്താവിക്കുന്നത്. ദിൽ ഔത്താദ്, കുറ്റികളുടെ ആൾ എന്ന് ഫിർഔനിനെ വിശേഷിപ്പിച്ചതിന്റെ താൽപര്യം അവന്റെ അധികാരശക്തിയും മറ്റും ചൂണ്ടിക്കാണിക്കലാണ് എന്നും കുറ്റികൾ കൊണ്ടുള്ള വിവക്ഷ 2-3 പ്രകാരത്തിൽ ആയിരിക്കാനിടയുണ്ടെന്നും സൂറത്ത് സ്വാദിന്റെ 12-ാം വചനത്തിന്റെ വിവരണത്തിൽ നാം മുമ്പ് വിവരിച്ചിട്ടുണ്ട്. ഈ 3 കൂട്ടരും ചെയ്ത അക്രമങ്ങളുടെ രത്നച്ചുരുക്കമാണ് 11-12 വചനങ്ങളിൽ കാണുന്നത്. എല്ലാവർക്കും അനുഭവപ്പെട്ട ശിക്ഷകളുടെ കാഠിന്യവും വലുപ്പവും ചൂണ്ടിക്കാട്ടുന്നതാണ് 13-ാം വചനത്തിൽ ശിക്ഷയുടെ ചമ്മട്ടി ചൊരിഞ്ഞു എന്ന അലങ്കാരവാക്യം. കാലവ്യത്യാസമോ തരവ്യത്യാസമോ ഇല്ലാതെ എല്ലാവരുടെയും സ്ഥിതിഗതികളെ സദായിപ്പോഴും അല്ലാഹു വീക്ഷിച്ചും കണ്ടറിഞ്ഞും കൊണ്ടിരിക്കുന്നുണ്ടെന്നും ഓരോരുത്തരുടെ പേരിലും അവൻ തക്ക നടപടിയെടുക്കുമെന്നും താക്കീത് ചെയ്യുന്നതാണ് 14-ാം വചനം. മനുഷ്യരിൽ പൊതുവിൽ കാണപ്പെടുന്ന ഒരു സ്വഭാവമാണിത്. സുഖസൗകര്യങ്ങൾ ലഭിക്കുമ്പോൾ അത് അള്ളാഹുവിന് തന്നോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ടും തനിക്ക് അള്ളാഹുവിങ്കിൽ പ്രത്യേക സ്ഥാനമുള്ളതുകൊണ്ടും ലഭിച്ചതാണെന്ന് വിശ്വസിക്കുകയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുക. നേരെമറിച്ച് ഉപജീവന മാർഗത്തിലും സുഖസൗകര്യങ്ങളിലും കുറവ് വരുമ്പോൾ തന്നെ അള്ളാഹു അവഗണിച്ചിരിക്കുകയാണെന്നും അപമാനിച്ചിരിക്കുകയാണെന്നും പരാതിപ്പെടുകയും ചെയ്യുക. വാസ്തവത്തിൽ ഐഹികമായ സുഖസൗകര്യങ്ങളാകട്ടെ വിഷമങ്ങളാകട്ടെ അള്ളാഹുവിങ്കിൽ മനുഷ്യനുള്ള സ്നേഹത്തിന്റെയോ വെറുപ്പിന്റെയോ മാനദണ്ഡമായി കണക്കാക്കാവതല്ല. രണ്ടും അള്ളാഹുവിങ്കിൽ നിന്നുള്ള പരീക്ഷണങ്ങളാകുന്നു. സന്തോഷത്തിലും സൗകര്യത്തിലും നന്ദി കാണിക്കുകയും സന്താപത്തിലും ഞെരുക്കത്തിലും ക്ഷമ കാണിക്കുകയും ചെയ്യുന്ന പക്ഷം രണ്ടും അവന് ഗുണകരമായി കലാശിക്കും. ഇല്ലെങ്കിൽ രണ്ടും ദോഷകരവുമായിരിക്കും. മേൽപ്പറഞ്ഞതാണ് നിങ്ങളുടെ സ്വഭാവം. അത് നന്നല്ല. നിങ്ങൾ വേണ്ടത് അങ്ങനെയല്ല. സുഖസൗകര്യങ്ങളിൽ നന്ദി കാണിക്കുകയും വിഷമങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുകയുമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് രണ്ടും നിങ്ങൾ ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, അനാഥകളുടെയും പാവങ്ങളുടെയും കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ പതിപ്പിക്കുന്നുമില്ല. ഏതെങ്കിലും വിധേന സ്വത്ത് വാരിക്കൂട്ടി ഉപയോഗിക്കുകയും ധനത്തോട് അമിതമായ മോഹം വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് സാരം. അള്ളാഹു ഇവിടെ ഉപയോഗിച്ച വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കുക. അനാഥകളെ സഹായിക്കുന്നില്ലെന്നോ സാധുക്കൾക്ക് ഭക്ഷണം നൽകുന്നില്ലെന്നോ അല്ല അള്ളാഹു പറഞ്ഞത്. അനാഥകളെ ആദരിക്കുന്നില്ലെന്നും സാധുക്കളുടെ ഭക്ഷണ വിഷയത്തിൽ പരസ്പരം പ്രോത്സാഹനം നൽകുന്നില്ലെന്നുമാണ് ആക്ഷേപിച്ചിരിക്കുന്നത്. അനാഥകൾക്ക് ഭക്ഷണം തുടങ്ങിയ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുത്താലും പോരാ, അവരെ മാനിക്കുകയും ആദരിക്കുകയും കൂടി വേണ്ടതുണ്ട്. സാധുക്കളുടെ വിശപ്പടക്കുവാനുള്ള ആഹാരം കൊടുത്താലും പോരാ, അവരുടെ വിഷയത്തിൽ പരസ്പരം സഹകരിച്ച് കൂട്ടായ പരിശ്രമങ്ങൾ നടത്തുകയും വേണ്ടതുണ്ട് എന്നൊക്കെയാണ് അതിലടങ്ങിയ സൂചനകൾ. അന്യായമായ മാർഗങ്ങളും ദുസ്സാമർഥ്യവും വഴി അനന്തരാവകാശികളെ കബളിപ്പിക്കുകയും ആക്രമിക്കുകയും ചെയ്യുക, അന്യരുടെ അവകാശങ്ങൾ പിടിച്ചെടുക്കുക, ഇതെല്ലാം ഇന്ന് പരക്കെ കാണാവുന്ന സ്വഭാവങ്ങളാണ്. ധനമോഹത്തെക്കുറിച്ചും അത് വാരിക്കൂട്ടുന്നതിലും ഉപയോഗിക്കുന്നതിലുമുള്ള താൽപര്യത്തെക്കുറിച്ചും പറയേണ്ടതുമില്ല. എന്തു മാർഗം സ്വീകരിച്ചും ധനം സമ്പാദിക്കണം, ആർഭാടമായി കഴിഞ്ഞുകൂടണം എന്ന വിചാരമാണ് മിക്ക മനുഷ്യർക്കുമുള്ളത്. തങ്ങളുടെ ജീവിത ലക്ഷ്യം തന്നെ ധനസമ്പാദനവും ആഡംബര ജീവിതവുമാണ് അവരുടെ ദൃഷ്ടിയിൽ.
ഇന്ന് ലോകത്ത് നടക്കുന്ന അനീതികളുടെയും അഴിമതികളുടെയും മൂലകാരണങ്ങൾ പരിശോധിച്ചാൽ അവയിൽ ഏറിയ കൂറും ധനമോഹത്തിൽ നിന്ന് ഉടലെടുത്തതായിരിക്കും. വാസ്തവത്തിൽ ധനം ഒരു ശപിക്കപ്പെട്ട വസ്തുവായത് കൊണ്ടല്ല ഇത്. പക്ഷേ അതിന് അളവിൽ കവിഞ്ഞ പ്രാധാന്യം നൽകുന്നതും അത് ന്യായമായ രൂപത്തിൽ സമ്പാദിക്കാതിരിക്കുന്നതും വിനിയോഗിക്കേണ്ട പ്രകാരം വിനിയോഗിക്കാതിരിക്കുന്നതുമാണ് ശാപഹേതു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹേ ആദമിന്റെ മകനെ, അത്യാവശ്യം കഴിച്ച് മിച്ചമുള്ളത് ചിലവഴിക്കൽ നിനക്ക് ഗുണകരമാണ്, അത് പിടിച്ചുവെക്കുന്നത് നിനക്ക് ദോഷകരവുമാണ്. അത്യാവശ്യമായതിനെപ്പറ്റി നീ ആക്ഷേപിക്കപ്പെടുന്നതല്ല. നീ പ്രാരാബ്ധം വഹിക്കുന്നവരെ കൊണ്ട് നീ ആരംഭിക്കണം. അഥവാ നീ ചെലവ് കൊടുക്കേണ്ടുന്ന ഭാര്യാമക്കൾ മുതലായവരുടെ കാര്യത്തിൽ നീ മുൻഗണന നൽകണം. മേലെ കൈ അഥവാ കൊടുക്കുന്ന കൈ താഴെ കൈയിനെ അഥവാ വാങ്ങുന്ന കൈയിനേക്കാൾ ഉത്തമമാണ്. മുസ്ലിം. മറ്റൊരു നബിവചനത്തിൽ ഇപ്രകാരം കാണാം, അല്ലാഹു തന്നെയാണ്, ദാരിദ്ര്യത്തെയല്ല ഞാൻ നിങ്ങളെക്കുറിച്ച് ഭയപ്പെടുന്നത്. പക്ഷേ നിങ്ങളുടെ മുമ്പുണ്ടായിരുന്നവർക്ക് വിശാലമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്ക് ഐഹിക ജീവിതം വിശാലമാക്കപ്പെടുകയും അങ്ങനെ അവർ അന്യോന്യം വഴക്കടിച്ചിരുന്നതുപോലെ നിങ്ങൾ അന്യോന്യം വഴക്കടിക്കുകയും ചെയ്യുന്നതാണ് ഞാൻ ഭയപ്പെടുന്നത്. അപ്പോൾ അവരെ അത് നാശത്തിലാക്കിയതുപോലെ നിങ്ങളെയും അത് നാശത്തിലകപ്പെടുത്തിക്കളയും. ബുഖാരി, മുസ്ലിം. ഭൂമി പൊടിപൊടിയായി നിരത്തപ്പെടുമെന്ന് പറഞ്ഞത് ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചും അള്ളാഹുവും മലക്കുകളും വരുമെന്ന് പറഞ്ഞത് വിചാരണയെ സംബന്ധിച്ചുമാകുന്നു. സർവാധിപതിയായ ലോകനേതാവിന്റെ മുമ്പിൽ യാതൊരു അഭിഭാഷകനോ മധ്യവർത്തിയോ കൂടാതെ സൃഷ്ടികളാകമാനം വിചാരണ നടത്തപ്പെടുന്ന ആ ഘട്ടത്തിൽ അള്ളാഹുവിന്റെ മഹാസൃഷ്ടികളായ കണക്കറ്റ മലക്കുകൾ വരിവരിയായി ആ മഹാസദസ്സിനെ വലയം ചെയ്തിരിക്കും. ജഹന്നമാകുന്ന നരകം അവിടെ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുകയും ചെയ്യും. ഈ സന്ദർഭത്തിൽ പാപിയായ മനുഷ്യന് അവൻ ചെയ്ത തെറ്റുകുറ്റങ്ങളെല്ലാം താനെ ഓർമ്മ വരും. അയ്യോ, കഴിഞ്ഞ ജീവിതത്തിൽ വെച്ച് ഈ ജീവിതത്തിനു വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് അവൻ വിലപിക്കും. പക്ഷേ അപ്പോഴത്തെ ഓർമ്മ കൊണ്ടും ഖേദം കൊണ്ടും ഫലമെന്ത്? ശിക്ഷയിൽ നിന്ന് അവന് ഒഴിവില്ല, അള്ളാഹുവിന്റെ പിടുത്തത്തിൽ നിന്ന് അവന് രക്ഷയുമില്ല. അക്രമത്തിലും അനീതിയിലും കാലം കഴിച്ചു കൂട്ടിയ ഫിർഔനും കൂട്ടരുമാകട്ടെ, ആദും സമൂദുമാകട്ടെ എന്നുവേണ്ട അല്ലാഹുവല്ലാത്ത ആരാകട്ടെ, അള്ളാഹുവിന്റെ ശിക്ഷക്ക് സമാനമായ ശിക്ഷ ശിക്ഷിക്കുവാനോ അവൻ പിടിച്ചു ബന്ധിക്കുന്നതുപോലെ ബന്ധിക്കുവാനോ കഴിവുള്ളവരില്ല. ജഹന്നമാകുന്ന നരകം അവിടെ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുകയും ചെയ്യും. ഈ സന്ദർഭത്തിൽ പാപിയായ മനുഷ്യന് അവൻ ചെയ്ത തെറ്റുകുറ്റങ്ങളെല്ലാം താനെ ഓർമ്മ വരും. അയ്യോ, കഴിഞ്ഞ ജീവിതത്തിൽ വെച്ച് ഈ ജീവിതത്തിനു വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് അവൻ വിലപിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസ്താവിച്ചതായി അദീ ഇബ്നു ഹാത്തം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നിങ്ങളിൽ ഒരാളും തന്നെ അവന്റെയും അവന്റെ റബ്ബിന്റെയും ഇടയിൽ ഒരു അഭിഭാഷകനാകട്ടെ, മറവുണ്ടാക്കുന്ന ഏതെങ്കിലും മറയാകട്ടെ ഒന്നുമില്ലാതെ അവന്റെ റബ്ബ് അവനോട് സംസാരിക്കാതിരിക്കയില്ല. അപ്പോൾ അവൻ വലത്തോട്ട് നോക്കും, താൻ മുമ്പ് ചെയ്തു വെച്ചതല്ലാതെ അവൻ ഒന്നും കാണുകയില്ല. തന്റെ ഇടത്തോട്ട് നോക്കും, മുൻ ചെയ്തു വെച്ചതല്ലാതെ കാണുകയില്ല. മുന്നോട്ട് നോക്കും, അപ്പോൾ തന്റെ മുഖത്തിനു നേരെ നരകമല്ലാതെ മറ്റൊന്നും കാണുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരക്കപ്പൊളി ധർമ്മം ചെയ്തുകൊണ്ടെങ്കിലും നരകത്തെ സൂക്ഷിച്ചുകൊള്ളുവീൻ. ബുഖാരി, മുസ്ലിം. തിരുമേനി പ്രസ്താവിച്ചതായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഉദ്ധരിച്ചിരിക്കുന്നു, അന്നത്തെ ദിവസം ജഹന്നം കൊണ്ടുവരപ്പെടും. അതിന് 70,000 കടിഞ്ഞാണുണ്ടായിരിക്കും. ഓരോ കടിഞ്ഞാണൊന്നിച്ചും 70,000 മലക്കുകളും ഉണ്ടായിരിക്കും. അവർ അത് വലിച്ചു കൊണ്ടുവരുന്നതാണ്. മുസ്ലിം, തിർമിദി. ലി ഹയാത്തി എന്ന വാക്കിന് എന്റെ ജീവിതത്തിനു വേണ്ടി എന്നും എന്റെ ജീവിതകാലത്ത് എന്നും അർത്ഥം വരാം. ഒന്നാമത്തേതനുസരിച്ച് അതാണ് നാം മുകളിൽ കൊടുത്തത്. ജീവിതം കൊണ്ട് ഉദ്ദേശ്യം പരലോക ജീവിതവും, രണ്ടാമത്തേതനുസരിച്ച് ഉദ്ദേശ്യം ഇഹലോക ജീവിതവുമായിരിക്കും. രണ്ടായാലും ആശയം ഒന്നു തന്നെ. മനുഷ്യരെക്കുറിച്ച് പൊതുവിലാണ് ഈ വചനങ്ങളിൽ സംസാരമെങ്കിലും ശിക്ഷയെക്കുറിച്ചുള്ള താക്കീത് ബാധകമാകുന്നത് കുറ്റവാളികളായ ദുർമാർഗികളായിരിക്കുമല്ലോ. സന്മാർഗികളായ ആളുകളെ അള്ളാഹു സ്വാഗതം ചെയ്യുന്നത് നോക്കുക. സൃഷ്ടിച്ചു രക്ഷിച്ചു വരുന്ന റബ്ബിൽ വിശ്വസിച്ചും അവന്റെ മഹത്വങ്ങളും പരമോത്കൃഷ്ടതയും മനസ്സിലാക്കിയും അവനെ മാത്രം ആരാധിച്ചും അവനോട് മാത്രം സഹായമർത്ഥിച്ചും അവന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും അനുസരിച്ചും സന്തോഷത്തിൽ നന്ദിയും സന്താപത്തിൽ ക്ഷമയും സ്വീകരിച്ചും കൊണ്ട് ഐഹിക ജീവിതം നയിച്ച ശുദ്ധാത്മാക്കളത്രേ സമാധാനമടഞ്ഞ ആത്മാക്കൾ, അഥവാ
അന്നുഫൂസുൽ മുത്തുമഇന്ന. ഭയമോ വ്യസനമോ ആശങ്കയോ നിരാശയോ മോഹഭംഗമോ ഒന്നും അവരെ ബാധിക്കുന്നതല്ല. അവരത്രേ മനസ്സമാധാനമടഞ്ഞ ഭാഗ്യവാന്മാർ. അള്ളാഹു പറയുന്നു, വയഹിദി ഇലൈഹി മൻ അനാബല്ലദീന അമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനസ്സു മടങ്ങിയവരെ അവൻ അള്ളാഹു അവങ്കലേക്ക് മാർഗദർശനം ചെയ്യുന്നു. അതായത് വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ സ്മരണ കൊണ്ട് തങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനമടയുകയും ചെയ്യുന്നവരെ. അറിഞ്ഞേക്കുക, അള്ളാഹുവിന്റെ സ്മരണ കൊണ്ടാണ് ഹൃദയങ്ങൾ സമാധാനമടയുന്നത്. സൂറത്തുർ റഅദ് 27-28. മരണവേളയിലും ഖിയാമത്തുനാളിലുമെല്ലാം തന്നെ ഈ മഹാഭാഗ്യവാന്മാർക്ക് അള്ളാഹുവിങ്കൽ നിന്ന് സ്വാഗതവും സന്തോഷവാർത്തയും ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ റബ്ബിന്റെ സ്മരണയോടുകൂടി സമാധാനചിത്തനായി ജീവിക്കുകയും സമാധാനചിത്തനായി കൊണ്ട് പരലോകത്ത് ചെല്ലുകയും ചെയ്ത ആത്മാവിനെ അള്ളാഹു വിളിച്ച് സ്വാഗതം ചെയ്യുകയാണ്. നിനക്ക് പരിപൂർണമായും തൃപ്തി അടയുവാനുള്ള വമ്പിച്ച പ്രതിഫലവും മഹത്തായ അനുഗ്രഹങ്ങളും ഇവിടെ ഒരുക്കിവെച്ചിട്ടുണ്ട്. നിന്നെക്കുറിച്ച് നിന്റെ റബ്ബ് നല്ലപോലെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. നിനക്കിവിടെ പേടിക്കേണ്ടതായോ വ്യസിക്കേണ്ടതായോ ഒന്നുമില്ല. തൃപ്തി അടഞ്ഞുകൊണ്ടും തൃപ്തിക്കു വിധേയനായിക്കൊണ്ടും എന്റെ പ്രീതിക്കു പാത്രവാന്മാരായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നീ പ്രവേശിച്ചുകൊള്ളുക. സജ്ജനങ്ങൾക്കായി ഞാൻ ഒരുക്കിവെച്ചിട്ടുള്ള അനുഗ്രഹീത സ്വർഗത്തിൽ പ്രവേശിച്ച് ശാശ്വത സൗഖ്യം അനുഭവിച്ചുകൊള്ളുകയും ചെയ്യുക. ഇങ്ങനെയുള്ള ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ.